യെസ്, അങ്ങനെ മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം കണ്ടിരിക്കുകയാണ്. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ നിതിൻ സ്വാമിനാഥൻ, സ്റ്റാറിംഗ് ദ വൺ ആൻഡ് ഓൺലി മക്കൾ സെൽവൻ, വിജയ് സേതുപതി, മമത മോഹൻദാസ് ആൻഡ് അനുരാഗ് കശ്യപ്. എല്ലാം നടന്നിട്ടുള്ള ഒരു പെർഫെക്റ്റ് ത്രില്ലർ പാക്കേജ്. അതിനെ നല്ല ഫ്രഷ് ആയിട്ട് രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തുടക്കം മുതൽ അവസാനം വരെ നല്ല നീറ്റ്ലി സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അത്രയധികം എൻഗേജിംഗ് ആയിട്ടുള്ള നേച്ചർ ഇവോക്ക് ചെയ്യുന്ന ഒരു കിഡിലൻ പടമാണ് മഹാരാജ. ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്സ് പോസിറ്റീവ്സ്. ഒന്നാമത്തെ പോസിറ്റീവ് ഈ ഒരു പടത്തിന്റെ സ്റ്റോറി ലൈനും ഇതിന്റെ സ്ക്രിപ്റ്റിംഗുമാണ്. ഒരു ബാർബർ ഷോപ്പിലത്തെ ഒരു ബാർബർ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ബാർബർ, അയാളുടെ വീട്ടിലൊരു റോബറി നടക്കുന്നു. അയാളുടെ വീട്ടിലത്തെ ഒരു കുപ്പത്തൊട്ടി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡസ്റ്റ്ബിന്നെ ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ആ ഡസ്റ്റ്ബിന്നെ കണ്ടെത്താനായിട്ട് ഇയാൾ നടത്തുന്ന ശ്രമങ്ങളും അത് എവിടെ വരെ എത്തുന്നു എന്നെടുത്ത് കാണിക്കുന്ന ഒരു പടമാണ്. ഇതിന്റെ സിനോപ്സിസ് അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു വൺ ലൈൻ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആൻഡ് വളരെ ബേസിക് ആണ്. പക്ഷേ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, ആ ഒരു നോൺ ലീനിയർ നാരറ്റീവ് സ്ട്രക്ചറും അത് മൾട്ടിപ്പിൾ ടൈം ലൈൻസ് ആൻഡ് മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സും ഷിഫ്റ്റ് ചെയ്ത് ഓവറോൾ ആ തുടക്കം മുതൽ അവസാനം വരെ ആ ത്രില്ലിംഗ് നേച്ചർ കൊണ്ടുപോകാനും ആ നീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ആ ഒരു സ്ക്രീൻ പ്ലേ നിന്നുകൊണ്ട് എങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫൂൾ അറൗണ്ട് ചെയ്യാമെന്നും എല്ലാം തന്നെ നല്ല നീറ്റ്ലി എഴുതി വെച്ചേക്കുന്ന സ്ക്രീൻ പ്ലേ ആണ് ഈ ഒരു പടത്തിനുള്ളത്. സോ ഇറ്റ് സ്ക്രിപ്റ്റ് വാസ് റിയലി ഗുഡ്, നീറ്റ്ലി പാക്ഡ്, നീറ്റ്ലി റിട്ടൺ, എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും വളരെയധികം മിസ്ലീഡ് ചെയ്ത് കൺഫ്യൂഷൻ അടിപ്പിച്ച് ഒട്ടും തന്നെ എന്താ പറയുക ബോർ അടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാണ്ട് വളരെ നീറ്റായിട്ട് ടൈം ലൈൻസിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് പ്രേക്ഷകർക്ക് ആ ഒരു സംഭവം ക്ലിയർ ആക്കി കൊടുക്കാനായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റിന് വളരെയധികം സാധിച്ചിട്ടുണ്ട്. ദെൻ ഈ സ്ക്രിപ്റ്റിന് ശേഷം ഏറ്റവും കൂടുതൽ ജഗർനോട്ട് ആയിട്ട് വരുന്നത് ഓഫ് കോഴ്സ് മക്കൾ സെൽവൻ, വിജയ് സേതുപതി ആൻഡ് അനുരാഗ് കശ്യപിന്റെ പെർഫോമൻസുകളാണ്. ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഇസ് വിജയ് സേതുപതി's കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. ഒരിക്കലും ഇത്രയധികം ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വിജയ് സേതുപതി കാഴ്ചവെച്ചിട്ടില്ല. ഓഫ് കോഴ്സ് നമ്മൾ വിക്രം വേദയിലും അതുപോലെ തന്നെ വിക്രത്തിലും എല്ലാം തന്നെ ആളുടെ കഴിവ് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരിക്കലും ഒരു ക്യാരക്ടർ ഡ്രിവൺ, ഒരു പക്കാ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള അത്രയും ലെയർഡ് ആയിട്ടുള്ള അത്രയും സബ് ടെക്സ്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസുകൾ ഡെലിവർ ചെയ്യണത് ഇതുവരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും വിജയ് സേതുപതിയുടെ ആ ഒരു കരിയർ ഡിഫൈനിങ് ആയിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന്റെ 50ാമത്തെ സിനിമയിൽ കാണുന്നത്. നമുക്ക് ഓരോ ഇമോഷനും ഓരോ ബീറ്റും അത്രയധികം എഫക്റ്റീവ് ആയിട്ടും അത്രയധികം നമ്മളെ ഹേർട്ട് ചെയ്യുന്നതായിട്ടും നമ്മളെ ടച്ച് ചെയ്യുന്നതായിട്ടും തോന്നും. ഹി റിയലി സ്റ്റോൾ ദ ഷോ. പിന്നെ അതിനൊപ്പത്തിനൊപ്പം തന്നെ നിൽക്കാനായിട്ട് അനുരാഗ് കശ്യപിന്റെ വില്ലൻ ക്യാരക്ടറും. ഓഫ് കോഴ്സ് മോസ്റ്റ് ഓഫ് യു നോ ഹിം ആസ് ദ ഡയറക്ടർ ഓഫ് ഗാങ്സ് ഓഫ് വാസിപൂർ ആൻഡ് ദേവ് ഡി. അങ്ങനത്തെ കുറെ പടത്തിന്റെ കിടിലൻ പടങ്ങളുടെ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ള ആളാണ് അനുരാഗ് കശ്യപ്. അയാളുടെ ആക്ടിംഗ് ലെവലിലുള്ള ആ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അധികം കാണാൻ കിട്ടിയിട്ടില്ല. വിജയ് സേതുപതിയുടെ അത്രയും ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു സിമ്പിൾ ക്യാരക്ടറിനെ അത്രയധികം റിവോൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയധികം ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്പോസിഷൻ എന്ന നിലയ്ക്ക് അനുരാഗ് കശ്യപിന്റെ ക്യാരക്ടറും അത് അക്കോമ്പനി ചെയ്യുന്ന പെർഫോമൻസും ഇറ്റ് വാസ് റിയലി വെൽ റിട്ടൺ ആൻഡ് റിയലി വെൽ ബ്രോട്ട് ടു ദി സ്ക്രീൻ. സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ ദീസ് ടു, വിജയ് സേതുപതി ആൻഡ് അനുരാഗ് കശ്യപ്, ആർ ദ ഹാർട്ട് ഓഫ് ദിസ് ഫിലിം. പിന്നെ മേക്കിംഗ് വൈസ് നത്തിങ് ടു എക്സ്ട്രാവഗന്റ്. ഈ സ്ക്രിപ്റ്റിൽ കൊടുത്തേക്കുന്ന ആ ഒരു ലേയേഴ്സും ഇതിന്റെ ആ ഒരു ടൈം ലൈൻ ഷിഫ്റ്റ്സും എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഇതിന്റെ മേക്കിങ്ങിലൂടെ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും മേക്കിങ്ങിൽ കൂടുതൽ റിലേറ്റ് ചെയ്യാണ്ട് അത്രയധികം എന്താ പറയുക ഫ്ലാഷി ആയിട്ടുള്ള സീൻസും ഷോർട്സ് ഒന്നും കൊടുക്കാണ്ട് ആ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ, ആ സ്ക്രിപ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണോ അത് സ്ക്രീനിലേക്ക് നല്ല നീറ്റ്ലി പ്രസന്റ് ചെയ്യാനായിട്ട് ഇതിന്റെ മേക്കിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ മ്യൂസിക് എടുത്ത് പറയാൻ പറ്റും. കാരണം നല്ല രീതിയിൽ ഇമോഷണൽ ഒരു ഹൈ ഓർക്കസ്ട്രൽ ടൈപ്പ് മ്യൂസിക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അജനീഷ് ബി ലോകനാഥാണ്. ഓരോ സീൻസിനും ഓരോ ബിറ്റ് ബൈ ബിറ്റിനും ഈ പടത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള എന്താണോ മേ ബി അതിനെ കുറച്ചും കൂടി എലവേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ മ്യൂസിക്കിന് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. സോ ഇൻ കൺക്ലൂഷൻ, ഒരു യുണീക്ക് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് മെത്തേഡും നോൺ ലീനിയർ നാരറ്റീവ് സ്ട്രക്ചറോടെയും വിജയ് സേതുപതി, അനുരാഗ് കശ്യപ് പോലത്തെ ഏറ്റവും അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഒരു കരിയർ ഡിഫൈനിങ് പെർഫോമൻസിന്റെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തുകൊണ്ടും എങ്ങനെയാണ് എഫേർട്ട്ലെസ്ലി ഒരുപാട് ജോൺറേഴ്സ്, ഹൊറർ, കോമഡി, ആക്ഷൻ, ഡ്രാമ, ത്രില്ലർ എല്ലാ ജോൺറേഴ്സിന്റെയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വെൽ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു എൻഡ് പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യണം എന്നാണ് മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് ഫിലിം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. ദിസ് മൈറ്റ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഇഫ് നോട്ട് ദ ബെസ്റ്റ് തമിഴ് ഫിലിം ഐ എവർ സീൻ ദിസ് ഇയർ. Obviously 2024 was the year of Malayalam movies. ഒരുപാട് കിഡിലൻ മലയാളം പടങ്ങൾ കമ്പയർഡ് ടു ദ ലാസ്റ്റ് പ്രീവിയസ് ഇയേഴ്സ് ഒറ്റയടിക്ക് സമ്മാനിച്ചിട്ടുള്ള വർഷമായിരുന്നു 2024. പക്ഷെ അതിനിടയ്ക്ക് ഒരുപാട് പടങ്ങൾ, ഈവൻ ഹോളിവുഡ് ഫിലിംസ് ലൈക്ക് ഡ്യൂൺ 2, ഫ്യൂരിയോസ ഡിഡ്ന്റ് ഗെറ്റ് ഇനഫ് റെക്കഗ്നിഷൻ. ആ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്രയും പീക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് സൈലന്റ് ആയിട്ട് വന്ന് ഒരു വയലന്റ് ആയിട്ടുള്ള ഹിറ്റ് സമ്മാനിച്ചിട്ടുള്ള ഒരു പക്ക പെർഫെക്റ്റ് നീറ്റ്ലി പാക്ഡ് നല്ല രീതിയിൽ എഴുതിയിട്ട് ഇരുന്ന് ആലോചിച്ച് എഴുതിയിട്ടുള്ള ഒരു ജെം ഓഫ് എ മാസ്റ്റർ പീസ് ഐറ്റമാണ് മഹാരാജ. ഇവനെ പടച്ചുവിട്ട കടപുളക്ക് 10ൽ 10. എ മസ്റ്റ് തിയേറ്റർ വാച്ച്. സോ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.